എന്നത്തെയും പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പൊ റീസെന്റ് ആയിട്ട് എനിക്ക് ഏറ്റവും അധികം കിട്ടുന്ന കംപ്ലൈന്റ് എന്താന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ അത്ര ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന് എനിക്ക് എൻ്റെതായ റീസൺ ഉണ്ട്. കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. എനിക്ക് അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എനിക്ക് വീഡിയോസ് ഫ്രീക്വന്റ് ആയിട്ട് എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഗ്യാപ്പ് തോന്നാൻ കാരണം. അതപ്പം ഞാൻ പോകെ പോകെ അതെല്ലാം കവറപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ തന്നെ എനിക്ക് ഇപ്പം നിങ്ങൾ ചില വീഡിയോസിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണും ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അതും ഇപ്പൊ എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് കുറച്ചായി കഴിയുമ്പോഴായിരിക്കും വിചാരിക്കുക അയ്യോ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞില്ലല്ലോ, മിസ് ചെയ്തല്ലോ എന്നുള്ളത്. അപ്പൊ അതൊക്കെ ഞാൻ പോകെ പോകെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് ഒരു പക്ക യൂട്യൂബറായി മാറുന്നതായിരിക്കും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് അവർ വീഡിയോ. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രോഡക്ട്സ് ഒക്കെ കൈ കിട്ടി. ഈ ഒരു ബോക്സ് ആണ് ഞാൻ ഏറ്റവും അധികം എക്സൈറ്റ്മെന്റോട് കൂടെ വെയിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണോ എന്തോ അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ലാസ്റ്റ് വന്നതും. ഈ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടോളൂ. കാരണം നമ്മൾ അന്ന് ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് ഒക്കെയാണ് ഇപ്പം നമുക്ക് ഡെലിവേർഡ് ആയിരിക്കുന്നത്. ഈ വലിയ ബോക്സ് ആണ് ഞാൻ ഏറ്റവും ഈഗറായി വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഷെൽഫ് സ്റ്റാൻഡും പില്ലോ കവേഴ്സ് പിന്നെ TV വാൾ യൂണിറ്റ് ഒക്കെ വരുന്നത്. ഈ പ്രോഡക്ട്സ് അത് നമ്മൾ വേറെയും കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ എനിക്ക് കുറച്ച് ഏർലി ആയിട്ട് തന്നെ ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു പില്ലോ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അത്ര പറയാൻ പാത്രമൊന്നുമില്ല. പക്ഷെ നമ്മൾ കൊടുത്ത പ്രൈസിന് ഇത്രയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത 1-2 പ്രോഡക്ട്സും നമുക്ക് അത്ര ഓക്കെ ആയിരുന്നില്ല. ഞാൻ വളരെ അധികം എക്സ്പെക്ടേഷനോട് കൂടെ ഓർഡർ ചെയ്ത ഒന്നായിരുന്നു കാർപ്പറ്റ്. അത് എനിക്ക് ചെറിയൊരു പണി തന്നു. ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഒരു അത്ര ലോ പ്രൈസിനല്ല നമ്മളത് വാങ്ങിയത്. അപ്പം അതിൻ്റെതായ ഒരു ക്വാളിറ്റിയിലും അതിലുണ്ടാവണമല്ലോ. അത് ഫ്ലോറിലിട്ട് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യില്ലേ കൈക്കുള്ള തുണി, അത് താഴെ ഇട്ടൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ ചവിട്ടി തൂക്കാൻ ഇടുന്ന പോലെ. കാരണം അത് ഭയങ്കര സ്ലിപ്പറിയാണ്, ഒട്ടും സേഫ് അല്ലാന്ന് തോന്നി. പിന്നെ നമ്മൾ ക്യാൻസൽ ചെയ്തൊരു പ്രോഡക്റ്റ് ഏതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാനായിരുന്നു ബാംബൂ സ്റ്റൂളാണ്. കാരണം എനിക്ക് അതിനേക്കാൾ നല്ല അടിപൊളി പ്രോഡക്റ്റ് ഇവിടുന്ന് തന്നെ കിട്ടി. നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിരുന്നെങ്കിലും നമുക്കൊരു അടിപൊളി സോഫ വേണ്ടിയിരുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നോക്കാനുള്ള ഒരു ധൈര്യം നമുക്കുണ്ടായില്ല. അടുത്ത് എവിടെയെങ്കിലും ചീപ്പായിട്ട് കിട്ടുന്നതുണ്ടോ എന്നുള്ളത് നമ്മൾ പാരലായിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് അങ്ങനെ ഒരു സോഫ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ അവർ കാണിക്കുന്നത് നല്ല പ്രൈസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷൻ അഗൻസ്റ്റ് ആയിട്ടായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം എന്തായാലും ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ ചെന്നൈ വീട്ടിലെ പോലെ ഒരു ചെറിയ സെറ്റപ്പ് ഇവിടെയും ആക്കിയേക്കാം. 2 ബാംബൂ സ്റ്റൂൾ ഓർഡർ ചെയ്ത് കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ കാണിച്ച് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് സീറ്റിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാംബൂ സ്റ്റൂൾ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഇത്രയും പ്രയത്നങ്ങൾക്കൊടുവിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ്സ് എല്ലാം കയ്യിൽ വന്നപ്പോഴാണ് നമ്മൾ അക്കാര്യം ആലോചിച്ചത്. നമ്മുടെ കയ്യിൽ ഡ്രിൽ മെഷീനില്ല. കാരണം ഇത്തവണ ചെന്നൈയിൽ നിന്ന് നമ്മൾ വന്നപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ മറന്നു. പിന്നെ നമുക്കൊരു നെക്സ്റ്റ് ചോയ്സ് ഇല്ല കേട്ടോ. നേരെ നമ്മുടെ സിബിച്ചേട്ടനെ വിളിച്ചു. സിബിച്ചേട്ടനാണ് നമ്മുടെ വീട്ടിലെ അത്യാവശ്യം മെയിൻ്റെനൻസ് വർക്കിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. പുള്ളീനെ വിളിച്ചപ്പോൾ പതിവ് പോലെ തന്നെ പുള്ളി വരാമെന്ന് പറഞ്ഞു. ഞാൻ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ കണ്ണു തുറന്ന് നോക്കിയത് പ്രോഡക്ട്സ് ഡെലിവറി നോട്ടിഫിക്കേഷനാണ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ തന്നെ സിബിച്ചേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞു സിബിച്ചേട്ടാ രാവിലെ തന്നെ എത്തിക്കണം, നമുക്കിതെല്ലാം ഇന്നുകൊണ്ട് തന്നെ ഫിക്സ് ചെയ്ത് തീർക്കണം എന്നുള്ളത്. എനിക്കൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട് കേട്ടോ. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും എനിക്കൊരു പ്രോമിസ് ചെയ്യാണ് അല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് റീസൺ കൊണ്ട് അത് മാറ്റി പറഞ്ഞു എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് നടക്കാതെ പോയി എന്ന് എനിക്കറിയണ്ട. പക്ഷെ അവർ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെയും. എനിക്കിത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും അത് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കാണണം എന്നുള്ളൊരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട്. ഇത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ല എന്ന് എനിക്കറിയാം കേട്ടോ. പല സിറ്റുവേഷനിലും ഇത് ഒരുപോലെ തന്നെ വർക്കൗട്ട് ആകണമെന്നില്ല.
ആ സമയങ്ങളിലൊക്കെ എൻ്റെ മനസ്സത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൂ. പക്ഷെ എൻ്റെ മൈൻഡിനറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാന്നുള്ളത്. ഇതുവരെ ഞാനത് മാറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാനത് എന്തായാലും മാറ്റിയിരിക്കും. രാവിലെ തൊട്ട് വീട്ടിലെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് ബോക്സ് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അവർ എങ്ങുമില്ലാതെ ഈ ഒരു ബോക്സ് മാത്രം എനിക്ക് മിഡ് നൈറ്റാണ് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തത്. അതും 10:30 മേളിൽ. എൻ്റെ ലൈഫിൽ എനിക്ക് ഇതുവരെ ആമസോണിൽ നിന്ന് ഇത്രയും ലേറ്റ് ആയിട്ട് ഒരു പ്രോഡക്റ്റും ഡെലിവറി ആയിട്ടില്ല. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് മാത്രം അത്രയും ലേറ്റ് ആയിട്ടാണ് അന്ന് എനിക്ക് അവർ ഡെലിവറി ചെയ്തത്. ഇനി സമയദോഷം എന്ന് പറയാലോ, ആ ഒരു ദിവസം മാത്രമാണ് നമ്മുടെ സിബിച്ചേട്ടൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഡേ കംപ്ലീറ്റ് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് വീട്ടിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു വന്നതാണ്. മിഡ് നൈറ്റ് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തുകൊണ്ട് ആ ഒരു ഡേ കംപ്ലീറ്റ് വേസ്റ്റുമായി. ഇനി ചേട്ടൻ വന്ന് നമുക്കിതെല്ലാം ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ചേട്ടൻ വേറെ പലയിടങ്ങളിലും വർക്കുണ്ട്. അവസാനം ചേട്ടന് എൻ്റെ ദയനീയ അവസ്ഥ മനസ്സിലായതുകൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ വിഷമം മനസ്സിലായതുകൊണ്ടാണോ എന്ന് ഡ്രിൽ മെഷീൻ തന്നിട്ട് പോവാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫിക്സ് ചെയ്തോളാൻ പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ആശ്വാസമായി. കാരണം ഡ്രില്ലിംഗ് മെഷീൻ കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ നമ്മുടെ ധരണിധരനുണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ പ്രശ്നം. ധരണിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വീട്ടിലൊരു ഡ്രില്ലിംഗ് കിറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആവശ്യത്തിന് അത് ഉപകരിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. നല്ല പരിചയസമ്പന്നമായ ആൾക്കാർ 1 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട പണിയാണെങ്കിൽ പുള്ളി എക്സ്പ്ലോർ ചെയ്ത് അത് തീർത്ത് വരുമ്പോഴേക്കും 3 മണിക്കൂറായിട്ടോ. അതാണ് എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വൺ ഡേ തീരുന്ന പണിയല്ല, എങ്ങനെ പോയാൽ 1-2 ദിവസം എടുക്കും എന്നുള്ളത്. പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മേഖല പുള്ളി എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കാരണം 4 സ്ക്രൂ അടിക്കേണ്ട അടുത്താണെങ്കിൽ പുള്ളി 5 സ്ക്രൂവിനുള്ള ഹോൾ ഇട്ടിട്ടുണ്ടാവും. കാരണം അത് ഫിക്സ് ചെയ്ത് വരുമ്പോൾ ഒന്നെങ്കിൽ ലൈൻ എക്സ്ട്രാ അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എൻ്റെ ചുമരിൽ 4-5 ഹോൾസ് എക്സ്ട്രാ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഇനി അതെല്ലാം അടയ്ക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമെൻറ്റ് മേടിക്കണം. ഈ ഒരാട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ റീസെൻറ്റ് ഡേയ്സ് ആയിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തോ കേൾക്കുമ്പോൾ നല്ലൊരു ഫീലല്ലേ. ഇനിയിപ്പോൾ ധരണിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. കാരണം TV വോൾ യൂണിറ്റ് ഫിക്സ് ചെയ്യാനും വാൾ ഷെൽഫ് സെറ്റ് ചെയ്യാനേ നമുക്ക് ധരണിയുടെ ഹെൽപ്പ് വേണ്ടിയിരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെതായ കൈകടത്തലുകൾ ഇല്ലാത്തതിൻ്റെ ഒരു അലക്ഷ്യം എനിക്ക് അപ്പോഴേ തോന്നി. എന്നാൽ പിന്നെ എൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാത്ത ഒരു വീഡിയോയും ഉണ്ടാകാൻ പാടില്ലല്ലോ. അങ്ങനെ ഇതെല്ലാം തീർത്ത് വന്നപ്പോഴേക്ക് ഈവനിങ് ആയിട്ടോ. ഇപ്പൊ സമയം ഒരു 6 മണി ആയിട്ടുണ്ടോ. പിന്നെ വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളും ഒന്ന് കുളിച്ച് റിഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. വെളിയിലാണെങ്കിൽ നല്ല മഴയാണ്. അപ്പോൾ പിന്നെ ഒരു ചൂട് ചായ കുടിക്കണ്ടേ ഈ ക്ഷീണം മാറാൻ. ഫൈനലി നമ്മൾ കുറച്ച് സമയം എടുത്തിട്ടായാലും അങ്ങനെ വീടൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തു. ഇതൊരു ഹോം ടൂർ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ ഓൺലൈനിൽ വാങ്ങിച്ചിരുന്നല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് വീടൊന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇതിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കാർപ്പറ്റ് റിട്ടേൺ കൊടുത്തതുകൊണ്ട് കാർപ്പറ്റ് നമുക്കില്ല. പുതിയൊരു കാർപ്പറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നമ്മുടെ ഇവിടുത്തെ വീട് നമ്മളൊന്ന് ചെറിയ രീതിയിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ.